ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നാണ് ഞങ്ങളുടെ മൂന്നാറിലെ ഫസ്റ്റ് ഡേ. ഇന്നലെയെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്തൊക്കെ ഇവിടെ വന്നതുകൊണ്ട് അതൊരു ദിവസമായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല. വന്നപ്പോൾ തന്നെ രാത്രിയായി. പിന്നെ ക്ഷീണം കാരണം പെട്ടെന്ന് കിടന്നുറങ്ങിപ്പോയി. അപ്പോൾ ഇതാ ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. സ്ഥലത്തിൻ്റെ പേരാണ് വിൻ്റർ ഗാർഡൻ. ഇതിൻ്റെ ചുറ്റും പ്രദേശം കാണാൻ നല്ല ഭംഗിയാണ്. കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മുടെ ഈ റിസോർട്ടിലേക്കുള്ള എൻട്രൻസ്. ഇതിന് ചുറ്റും എന്ന് പറഞ്ഞാൽ ഇതുപോലെ മലനിരകളാണ്. കണ്ടോ, നല്ല ഭംഗിയാണ്. നിറച്ചും പാറക്കെട്ടുകളാണ് കേട്ടോ. ഇതാണ് നമ്മുടെ റിസോർട്ട്. ഇവിടെ പെർ ഡേ വരുന്നത് 3000 ആണ്. അത്ര കോസ്റ്റ്ലി അല്ല. കാരണം ഇവിടെ ബാക്കിയുള്ള റിസോർട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും അഫോർഡബിൾ റിസോർട്ടാണിത്. ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് 3000 എന്ന് പറയുന്നത്. ഇതിൻ്റെ താഴത്തേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യൂ ആണ്. നമ്മൾ ശരിക്കും ദേവികുളത്ത് നിന്ന് ആ ഒരു വഴിയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയാണ് ഈ റിസോർട്ടിലോട്ട് വന്നത്. നമ്മൾ തിരിച്ച് പോകണമെങ്കിൽ മൂന്നാറിലേക്ക് പോകണമെങ്കിലും തിരിച്ച് മുകളിലോട്ട് കയറണം. ഇത് അതുപോലെ തന്നെ താഴത്തേക്ക് വേറെ വഴി പോകുന്നതാണ്. ഇതെങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ ഇതുവരെയായിട്ടും പ്ലാനൊന്നും ആയിട്ടില്ല എവിടെയൊക്കെ പോകണമെന്ന്. പെട്ടെന്നൊരു തീരുമാനം എടുത്തായിരുന്നു മൂന്നാറിന് പോകാം എന്നുള്ള ഡിസിഷൻ. അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് പോകണമെന്നോ ഒന്നും ഞങ്ങൾക്ക് ഒരു പ്ലാനും ഇല്ല സത്യം പറഞ്ഞാൽ. ഇപ്പോൾ വേണം ഞങ്ങൾക്ക് ഇതിന് പ്ലാൻ ചെയ്യാൻ. ഏതൊക്കെ സ്ഥലങ്ങൾ കവർ ചെയ്യണമെന്നും എവിടെയൊക്കെ ഇവിടെ എന്തൊക്കെ സ്ഥലങ്ങളാണ് ഉള്ളതെന്നൊക്കെ നോക്കാൻ തന്നെ ഇന്ന് വേണം നോക്കുകയൊക്കെ ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിങ്ങനെ ഇതിൻ്റെ താഴെ ഒരു ചെറിയൊരു പള്ളി പോലെ കണ്ടു. അപ്പോൾ അവിടെ പറയുന്നു പോയി നോക്കിയിട്ട് വരാം. ഈ റിസോർട്ടിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് കേട്ടോ ഈ ഒരു പള്ളി പോലെ കാണുന്നത്. ഇതൊന്ന് ചെറിയൊരു ചാപ്പൽ പോലെയാണ്. ഓപ്പൺ ചെയ്ത് ഉള്ളിൽ കയറാനൊന്നും പറ്റില്ല. കൊള്ളാം, നല്ല രസമുണ്ട്. കാറ്റ് കാരണം ഞാൻ പറയുന്നത് എത്രമാത്രം ഒടിവുകളാണെന്ന് എനിക്കറിയില്ല. ഈ കാണുന്നതൊക്കെയാണ് റിസോർട്ടിൻ്റെ ചുറ്റുമുള്ള വ്യൂ എന്ന് പറയണേ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മളെല്ലാം എന്താ പറയുക, തിരക്കിൽ നിന്ന് മാറി വന്ന് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക രസം. ഇതൊക്കെ ഇതാണ് വിൻ്റർ ഗാർഡൻ റിസോർട്ടിൻ്റെ എൻട്രൻസ്. ഇതാ ഈ കാണുന്ന ബേസ്മെൻറ്റിലുള്ള റൂമായിരുന്നു ഞങ്ങൾക്ക് അവർ തന്നായിരുന്നേ. സത്യം പറഞ്ഞാൽ അതൊരു ചെറിയൊരു റൂമായിരുന്നു. ശരിക്കും എയർ പാസേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു സഫോക്കേഷൻ ആയിരുന്നു ആ റൂമിൻ്റെ അകത്ത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചായിരുന്നു ഈ റൂമൊന്നും മാറി കിട്ടില്ലേന്ന്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് രാവിലത്തേക്ക് മാറി തരാം, രാവിലത്തേക്ക് മുകളിലേക്ക് മാറ്റി തരാം എന്നൊക്കെയായിരുന്നു പറഞ്ഞായിരുന്നത്. ഞങ്ങൾ ആദ്യം പോയ റിസോർട്ടിൽ നിന്ന് ഞങ്ങൾ വെക്കേറ്റ് ചെയ്തു. കാരണം ഞങ്ങൾ അവരുടെ അടുത്ത് അകത്തി കാരണം ഞങ്ങൾ അവരുടെ അടുത്ത് 2 days എന്ന് പറഞ്ഞിട്ട്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അയാൾ കേട്ടത് 1 day എന്നായിരുന്നു. അങ്ങനെ ഒരു ദിവസത്തേക്കാണ് ബുക്ക് ചെയ്തത്. പിന്നെ അവർ തന്ന റൂമെന്ന് പറഞ്ഞാൽ പോലും നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ബേസ്മെൻറ്റിൽ റൂമായിരുന്നു. ശരിക്കും എയർ വിന്യാസമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ബാഡ് സ്മെല്ലും ഭയങ്കര ചൂടായിരുന്നു. ഇപ്പം ഇവിടെയൊന്നും AC യോ ഫാനോ ഒന്നും ഇല്ല. ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ കിടന്നുറങ്ങാതെ. ഞാൻ നൈറ്റിൽ അതിമനെ ഉറങ്ങിയിട്ടില്ല. ചേട്ടൻ എന്നിട്ട് ഉറങ്ങി, പക്ഷെ ഞാൻ ലിറ്ററലി ഉറങ്ങിയിട്ടേ ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചപ്പോൾ അവർ ആദ്യം പറഞ്ഞ് റൂം മാറ്റി തരാമെന്ന് പറഞ്ഞു. പിന്നീട് അവർ പറഞ്ഞു നിങ്ങൾ ഒരു ദിവസം നല്ലേ പറഞ്ഞു, അതുകൊണ്ട് റൂം മാറ്റി തരാൻ പറ്റത്തില്ല, വേറെ ആൾക്കാർ ഓൾറെഡി അവിടെയും ബുക്ക്ഡായി, നമ്മൾ വേറെ ഓപ്ഷൻ, നമ്മൾ വെക്കേറ്റ് ചെയ്യാന്നല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം അഖിൽ എന്ന് പറഞ്ഞ ആളാണ് അവിടുത്തെ മാനേജർ. അപ്പോൾ പുള്ളിയോട് സംസാരിച്ചപ്പോൾ പുള്ളി ഇപ്പോൾ പറഞ്ഞു വേറൊരു ഹോട്ടൽ പുള്ളി അറേഞ്ച് ചെയ്ത് തരാം, സെയിം പ്രൈസിൽ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ലെറ്റ് സീ ഹൗ ഇറ്റ് വിൽ ബി. എടുക്കണോ? I think I can take it. പോട്ടെ. സോ നമ്മളിപ്പോൾ അടുത്ത ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് വേസ്റ്റ് ഓഫ് ടൈം ആയി. നമ്മൾ ഒറ്റ 1.5 ദിവസം ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൂന്നാറിൽ കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യേണ്ടതാണ്. മെയിൻ ടൈം ഇപ്പോൾ നമ്മൾ റിസോർട്ടും കൂടി ചെക്ക് ചെയ്ത് നടക്കേണ്ട ഒരു അവസ്ഥയായി. ഇപ്പോൾ റൂം എടുത്തേക്കുന്ന ഈ ക്ലൗഡ് ഡെയിൽ എന്ന് പറഞ്ഞ ഈ റിസോർട്ടിലാണ്. സത്യം പറയാലോ മറ്റേ റിസോർട്ടിനേക്കാളും ഫാർ ബെറ്ററാണ് കേട്ടോ. അടിപൊളിയാണ്. ഞാൻ ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒരു റൂം ടൂറൊന്നും എടുക്കാൻ ഇപ്പം ടൈമില്ല. അപ്പം നമുക്ക് മൂന്നാറൊക്കെ കുറച്ച് കവർ ചെയ്യാൻ ഉള്ളത് കൊണ്ട് തന്നെ തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂം ടൂറൊക്കെ കറക്റ്റ് എടുത്ത് തരാം. 3000 രൂപയാണ് ഇവിടുത്തെ റേറ്റ്. അല്ലേ 3000 അല്ല പറഞ്ഞേ?
പക്ഷെ ആ റേറ്റിന് ഇത് അഫോർഡബിൾ ആണ്. നല്ല വ്യൂ ഉണ്ട്. അവിടെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, അത് റൂം കാണിക്കാത്തത് തന്നെ അത്ര കുട്ടി റൂമായിരുന്നു, ഭയങ്കര കുട്ടി റൂം. ജസ്റ്റ് ഒരു ബെഡ് സ്പേസ് മാത്രം അത്ര ഉണ്ടായിരുന്നു, ഒരു ബെഡിന് സ്പേസ്. ശരിക്കും നമ്മളൊരു ഹോട്ടലിൽ നമ്മൾ റൂം എടുക്കുന്നത് എങ്ങനെയാവും അതിനേക്കാളും ചെറിയൊരു സെറ്റപ്പായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ഈ റൂമിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ വൈകുന്നേരം വന്നിട്ട് ഒരു ചെറിയൊരു റൂം ടൂർ പോലെ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങോട്ടുള്ള എൻട്രൻസ്. ഇവിടെ ഒരു TV ഉണ്ട്, പിന്നെ ഇവിടെ 2 സോഫ ഉണ്ട്, പിന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫുഡ് കഴിക്കാൻ കുക്ക് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്പേസ്, ഇവിടെ ഒരു ഷെൽഫ് പോലെ ഉണ്ട്. പിന്നെ ഇത് ബെഡ്റൂമാണ്, നല്ലൊരു നൈസാണ്, അടിപൊളിയാണ്. പിന്നെ നല്ല സ്പേഷ്യസ് ആണ്, അതാണ് എടുത്തു പറയേണ്ടത്. പിന്നെ ഇവിടെ ഒരു ചെയറ്, ഒരു ടേബിള്, ഒരു ചെയറ്, പിന്നെ ഇവിടെ അടുത്തൊരു ടേബിള്. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, കാരണം ഇപ്പോൾ ഇരുട്ടി. ഇല്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല, മൊത്തം കോട ഇറങ്ങി. ആക്ച്വലി ഇതിങ്ങനെയല്ല, ഈ കാണുന്ന കോട ഇറങ്ങി കിടന്ന് വെളുത്തിരിക്കുന്നത്. അവിടെ ശരിക്കും നമുക്ക് മലകൾ കാണാൻ പറ്റുമായിരുന്നു, ഫുള്ള് മലയായിരുന്നു. ബട്ട് അറ്റ് പ്രസൻറ്റ് നമുക്കൊന്നും കാണാൻ പറ്റില്ല, ഫുള്ള് കോട ഇറങ്ങി. നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട്. ഭയങ്കര തണുപ്പാണ്, എൻ്റെ ദൈവമേ, അത്ര തണുപ്പ്, ഭയങ്കര തണുപ്പാണ്. പുറത്തുനിന്ന് എവിടുന്നാണ് കാറ്റ് കയറുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നല്ല തണുപ്പാണ്. ബട്ട് അതർവൈസ് അടിപൊളിയാണ്, നല്ല സ്പേഷ്യസ് ആണ്, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നേരത്തെ ഞങ്ങൾ കണ്ടായിരുന്ന റൂം എന്ന് പറഞ്ഞാൽ ഈ റൂമിനേക്കാളും ചെറിയൊരു റൂമായിരുന്നു. ഒരു മിനിറ്റ്, ഞാൻ ലൈറ്റ് ഒന്നും ഇടട്ടെ. ഓക്കെ, ഈ റൂമിനേക്കാളും ചെറിയ റൂമുമായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഒരു എൻട്രൻസോ ഒരു എക്സ്ട്രാ യൂണിറ്റോ ഇതൊന്നും, ശരിക്കും പറഞ്ഞാൽ ശരിക്കും നമുക്കൊരു 1 BHKയുടെ ഒരു സെറ്റപ്പാണിത്. കയറി വരുമ്പോൾ ഒരു സ്പേസ് കണ്ടാൽ അറിയാമല്ലോ, സ്പേസ്, ടോയ്ലറ്റ്, ഇവൻ കിച്ചൻ്റെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കെറ്റിലെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കുക വർക്കൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബെഡ്റൂം കാര്യങ്ങൾ. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ റൂമിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അഫോർഡബിൾ പ്രൈസാണ്. ഇത്രയും വലിയ റൂമും കാര്യങ്ങളൊക്കെ എല്ലാം കൂടി 3000 ആണ് പറയണേ. ബട്ട് എനിക്ക് അത്ര മോശമായിട്ട് ഫീൽ ചെയ്തില്ല, അഫോർഡബിൾ ആണ്. പിന്നെ ഇപ്പോൾ ഈവൻ ഫാമിലി ആയിട്ട് വന്നാൽ പോലും അവിടെ 2 പേർക്ക് ഈസി ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ 2 പേർക്ക് താമസിക്കാൻ പറ്റും. 4 പേരെ ഈസി ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, ഇവൻ അവിടെ 2 സോഫയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പം ഇതാണ് ഞങ്ങളുടെ ചെറിയ രീതിയിലുള്ള ഒരു റൂം ടൂർ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. ഇതിൻ്റെ ബാക്കിയായിട്ട് മൂന്നാർ വിശേഷങ്ങളൊക്കെ കാണും. ഓക്കെ, അപ്പോൾ ബൈ.